എല്ലാവർക്കും ആപാദബദ്ധം ജനങ്ങൾക്കും തൃത്താമര ഗ്രാമം പാണ്ഡ്യാൽ നാരായണൻ്റെ നമസ്കാരം. അങ്ങനെ ഞങ്ങളുടെ ചിരകാല അഭിലാഷമായ നാരായണീയം യൂട്യൂബിലൂടെ വളരെയധികം ജനങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന സംതൃപ്തിയോടുകൂടിയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഏകാദശി ദിവസം, ഇന്ന് 100-ാം ദശകം ചൊല്ലി ഞങ്ങൾ അത് വളരെ വിജയകരമായി അവസാനിപ്പിച്ചു. ഇതൊന്നും എൻ്റെയോ എൻ്റെ ഭാര്യയുടെ കഴിവല്ല. ഞാനത് എപ്പോഴും പറയുന്നുണ്ട്, യാതൊരു സംശയമില്ല. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം മാത്രം കൊണ്ട് ഞങ്ങളത് ഇന്ന് വിജയകരമായി അവസാനിപ്പിച്ചു. അത് യൂട്യൂബിലിട്ടിട്ടുണ്ട്, എല്ലാവരും കാണണം. ഞങ്ങൾക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്, ചെയ്യണം, തമിഴിൽ ചെയ്യണം, മലയാളത്തിൽ ചെയ്യണം എന്ന് നിറയെ വരുന്നുണ്ട്. പരമാവധി ഞങ്ങൾ ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട്, ഇനിയും ചെയ്യും. നാളെ മുതൽക്ക് വീണ്ടും മഹാഭാരതം, ഗീത എല്ലാം തമിഴിലും മലയാളത്തിലും ചെയ്യാനുള്ള ആഗ്രഹമാണ്. എത്രത്തോളം വിജയിക്കുന്നതെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ തീർച്ചയായും അടിച്ചു പറയാം, നാരായണീയം നിങ്ങൾ ദിവസം ചൊല്ലുകയാണെങ്കിൽ, രാവിലെ ഒരു അധ്യായം, വൈകുന്നേരം ഒരു ഇത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലം തീർച്ചയായും കിട്ടും. ഒരു സ്കന്ധമേ ഞാൻ അഭ്യർത്ഥിക്കുന്നുള്ളൂ. ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഇതുകൂടെ നിങ്ങൾ ആലോചിക്കണം. ഒരു സ്കന്ധം എന്തെങ്കിലും ഏതെങ്കിലും സമയത്ത്, ഉച്ചയോ രാത്രിയോ പകലോ രാവിലെയോ വൈകുന്നേരമോ ഏത് സമയം നിങ്ങൾക്ക് ലഭ്യമാകുന്നു ആ സമയത്ത് ഒരു സ്കന്ധം എങ്കിലും, ധാരാളം സ്കന്ധം ചെയ്താൽ അത്രയും നല്ലത്, പക്ഷേ ഒരു സ്കന്ധമെങ്കിലും ചെയ്യൂ. അതിൻ്റെ ഫലം യാതൊരു സംശയമില്ല, എനിക്കതിൽ സന്ദേഹമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ വീണ്ടും പറഞ്ഞു, സംശയിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കേണ്ട. നിങ്ങൾ വരുമോ വരില്ലയോ, തരുമോ തരില്ലയോ എന്ന സംശയം തീരെ വേണ്ട. എന്നാൽ അദ്ദേഹവും സംശയിക്കും. എന്തു പറയും? പോണോ പോണ്ടയോ, ഇയാൾ നിഷ്കളങ്കനാണോ, അതുകൊണ്ട് നമുക്ക് പോണ്ടയോ പോണയോ എന്ന് വിചാരിക്കും. അതിന് ഇടവയ്ക്കേണ്ട. മനസ്സലിഞ്ഞ്, മനസ്സ് തുറന്ന് ഗുരുവായൂരപ്പ കൃഷ്ണ നാരായണ ഉറക്കെ വിളിച്ചോളൂ. ഒരു നാണവും വേണ്ട. നിങ്ങളുടെ കണ്ണീരൊപ്പാൻ അദ്ദേഹം അവിടെ എത്തിയിരിക്കും. ഗുരുവായൂരിൽ അദ്ദേഹത്തിന് നിൽക്കാൻ സാധിക്കില്ല, തിരുപ്പതിയിൽ നിൽക്കാൻ സാധിക്കില്ല, പഴനിയിൽ നിൽക്കാൻ സാധിക്കില്ല, കാശിയിൽ നിൽക്കാൻ സാധിക്കില്ല. ഭക്തൻ എവിടെ വിളിക്കുന്നു അവിടെ അയാൾ എത്തിയിരിക്കും. നിങ്ങൾ അയാളുടെ മടിയിൽ, അദ്ദേഹത്തെ പിടിച്ച് മടിയിലെത്തണ്ട. അദ്ദേഹം നിങ്ങളെ പിടിച്ച് മടിയിലെത്തി നിങ്ങളുടെ കണ്ണൊപ്പിയിരിക്കും, നിങ്ങളുടെ കണ്ണീർ മാറ്റിയിരിക്കും. അതിന് യാതൊരു സംശയമില്ല. സംശയിക്കേണ്ടി നിങ്ങൾ അദ്ദേഹത്തെ വിളിക്കുകയും വേണ്ട. ഞാനിത് വീണ്ടും 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 പറയണം, സംശയിക്കേണ്ട. സംശയിച്ചാൽ അദ്ദേഹവും നിങ്ങളെ സംശയിക്കും. അതിനെ അറിയിക്കേണ്ട. ഒന്ന്. രണ്ടാമത്, നമുക്ക് സമ്പത്ത് കൂടുന്തോറും നമ്മൾ ഈശ്വരനെ കൂടുതൽ വിളിക്കണം. അതിൻ്റെ ഒരു കാരണം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഭക്തി കൂടുമ്പോൾ അദ്ദേഹം ഭക്തന്മാരെയാണ് കൂടുതൽ സ്നേഹിക്കുക. അപ്പോൾ അവിടെ വന്നിരിക്കും. അവിടെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേറൊരാളുണ്ട് അവിടെ. ആരാ? രാധ, രുക്മിണി, ഇവരൊക്കെ ഉണ്ട്. അവർക്ക് ഇതൊന്നും സഹിക്കില്ല. ഭർത്താവിന് വിട്ടുകൊടുക്കും ആരെങ്കിലും? ഇല്ല. അപ്പം മഹാലക്ഷ്മി എന്ത് ചെയ്യും? ധാരാളം സമ്പത്ത് നിങ്ങൾക്ക് തരും. ധാരാളം സമ്പത്ത് തരുന്നവർക്ക് നിങ്ങൾക്ക് എന്തു തോന്നും? ഓ, ഇത് ഞാൻ നേടിയെടുത്തു, എൻ്റെ കഴിവുകൊണ്ട് നേടുത്തു. അങ്ങനെ ഒരു അഹംഭാവം വന്നു ചേർന്ന് ഈശ്വരനിലുള്ള വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ പടിപടിയായി താഴ്ത്തു പോകും. നാരായണി വേണ്ടാതൊന്നും, മറ്റേത് വേണ്ടാതൊന്നും, അമ്പലത്തിൽ വേണ്ടാതൊന്നും. ഇതെന്താ അറിയോ? ഇത് ഒരു കാരണം നിങ്ങളുടെ കുറ്റമല്ല, ആ രുക്മിണി ചെയ്യുന്ന പണിയാണ്. കാരണം അവൾക്ക് ഭഗവാനെ തിരിച്ചു കിട്ടണം. നിങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന പറ്റുമോ? ഏതെങ്കിലും ഭാര്യ ഭർത്താവിന് വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുമോ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ഞാനതാണ് വീണ്ടും വീണ്ടും പറഞ്ഞത്, നിങ്ങൾ വിട്ടുകൊടുക്കരുത്. സമ്പത്ത് വരുംതോറും നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അതായത് ഏതൊരമ്മ അവിടെ കരയുന്നുണ്ടെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ കാണുന്നുണ്ട്. ഞാൻ സന്യാസിയൊന്നുമല്ല, ത്രികാലജ്ഞാനിയല്ല, പക്ഷേ എനിക്ക് കൃത്യമായി അറിയുന്നുണ്ട് ഏതൊരമ്മ അവിടെ കരയുന്നുണ്ട്. അമ്മയെ കരയണ്ട, നിങ്ങൾ വിളിച്ചോളൂ, വരും. അദ്ദേഹം നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കും, നിങ്ങളുടെ കണ്ണ് തുടയ്ക്കും.
സന്ദേഹം വേണ്ട, ഇത് ഞാൻ അഭ്യർത്ഥിച്ച് പറയുന്നു. അതുകൊണ്ട് ദിവസവും നാരായണീയം പാരായണം ചെയ്യൂ. നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ ചെയ്യൂ. തെറ്റുകൾ കണക്കാക്കണ്ട. ശരിയായത് ഈ ലോകത്ത് ആരുമില്ല, ഞാനുമില്ല. ലോകത്ത് ആരും ശരിയായ രീതിയിൽ പറയാൻ കഴിയില്ല. അതുകൊണ്ട് തെറ്റുന്നത് നോക്കണ്ട. കയ്യിൽ പുസ്തകം ഇല്ലെങ്കിൽ ഇത് കേട്ടാൽ മതി. നിങ്ങൾ ഒരു സ്ഥലത്ത് വെച്ച്, നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കേട്ടാൽ മതി. നിങ്ങളുടെ കുട്ടികളോട് പറയും, ബന്ധുക്കളോട് പറയും, എല്ലാവരും. നിങ്ങൾ കാരണം നാരായണീയം ലോകം മുഴുവൻ പരട്ടെ. നിങ്ങളതിന് നിമിത്തമായി ഇരിക്കട്ടെ എന്നാണ് എൻ്റെ അഭ്യർത്ഥന. എനിക്ക് വേറൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. എന്താ അറിയോ? ഞാനും എൻ്റെ പത്നിയും ഞങ്ങളുടെ ശ്വാസം അവസാനിക്കുന്നവരെ ശ്രീകൃഷ്ണലീലകളെയും നാരായണീയം ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങളെ പറ്റിയിട്ടും എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് തരണേ എന്ന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കണം. കാരണം എൻ്റെ പ്രാർത്ഥനയെക്കാളും വലിയ പ്രാർത്ഥനയാണ് നിങ്ങളുടെ. നിങ്ങൾ ഭക്തന്മാരാണ്. നിങ്ങൾ വിളിച്ചാൽ തീർച്ചയായും വരും, അദ്ദേഹം അനുഗ്രഹിക്കും. അപ്പം ഞങ്ങളുടെ ശ്വാസം ഇല്ലാതാവുന്നവരിക്കും, ഞങ്ങൾ മരിക്കുന്നവരിക്കും ഈ നാരായണം ഇതുപോലുള്ള ഈശ്വര നാമങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ, ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ലോകം മുഴുവൻ പ്രചരിപ്പിക്കാനുള്ള ആരോഗ്യവും മനസ്സും ഞങ്ങൾക്ക് തരണേ എന്ന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊരു അപേക്ഷയേ ഉള്ളൂ എനിക്ക്. നാളെ മുതൽക്ക് നിങ്ങൾക്ക് വേറെയും കാണാം. ഗീത പ്രവചനം ചെയ്യും. ഇത് പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട്. ട്രാൻസ്ലേറ്റിംഗ് ടു മലയാളം, തമിഴ് എന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഞാൻ നാളെ മുതൽക്ക് ഇതേ ചെയ്യുന്ന നാളെ മുതൽക്ക് തമിഴിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ശുദ്ധമായ തമിഴ് എനിക്കറിയില്ല, എങ്കിലും കുറച്ചെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയുന്നുള്ള ഒരു ബോധ്യമുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ തമിഴിലും ചെയ്യും, മലയാളത്തിലും ചെയ്യും, രണ്ടും ചെയ്യും. ഭാരതം, ഭാഗവതം, നാരായണീയം ഇത് എല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. നിങ്ങൾ കേൾക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഏറ്റവും ലോകം മുഴുക്കെ ഞാൻ വീണ്ടും 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 അഭ്യർത്ഥിക്കുന്നു, ലോകം മുഴുക്കെ നിങ്ങൾ നിമിത്തമായിക്കൊണ്ട് നാരായണിയും ശ്രീകൃഷ്ണൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും നാമം ലോകം മുഴുക്ക പടരട്ടെ. അതിന് ഞാൻ ഈശ്വരനെ ഞാനും പ്രാർത്ഥിക്കുന്നു, നിങ്ങളും പ്രാർത്ഥിക്കാൻ കേൾക്കുന്നവർ എല്ലാവരും പ്രാർത്ഥിക്കുക. നമസ്കാരം, നന്ദി, നമസ്കാരം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ധർമ്മോ രക്ഷതി രക്ഷിതഃ. ധർമ്മോ രക്ഷതി രക്ഷിതഃ. ധർമ്മോ രക്ഷതി രക്ഷിതഃ. കൃഷ്ണ ഗുരുവായൂരപ്പ.